എല്ലാ കൂട്ടുകാർക്കും മാലാകക്കൂട്ടം.com എന്നീ സ്വർഗത്തിലേക്ക് സ്വാഗതം. സ്വർഗത്തിലിരിക്കാൻ ആർക്കാ ഇഷ്ടമില്ലാത്തത്? സ്വർഗത്തിലിരിക്കാൻ അല്ലേ? സ്വർഗത്തിൽ പോകാൻ താല്പര്യമുണ്ടോ? ഈ ഭൂമി തന്നെ കിടന്നാ മതിയോ? പിന്നെ എവിടെ പോണം? അപ്പൊ നമ്മുടെ വിശ്വാസം അനുസരിച്ച് നമ്മളൊക്കെ സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ് അല്ലേ? അത് നമ്മൾ വിശുദ്ധിയിലും നന്മയിലൊക്കെ വളർന്ന് ദൈവം നമുക്ക് ജീവിക്കാൻ തന്നിരിക്കുന്ന സമയം മുഴുവൻ ലോകത്ത് ജീവിച്ച് അത് കഴിഞ്ഞ് നമ്മൾ സ്വർഗത്തിലേക്ക് പോകണം. അപ്പൊ അതിന് സ്വർഗത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ നന്മയും സത്യവും ഉള്ളവരായിരിക്കണം. വേണ്ടേ? ആർ യു റെഡി? സ്വർഗത്തിലും മാലാഖമാര് വലിയ ശക്തിയിലും ആരവത്തിലുമാണ് സ്തുതി കൊടുക്കുന്നത്. സങ്കീർത്തനം എന്ന പുസ്തകത്തിൽ 150 അധ്യായം 5 ഇങ്ങനെയാ പറയുന്നത്, 4ഉം 5ഉം വാക്യം: തപ്പ് കൊട്ടിയും കിന്നരം മീട്ടിയും നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുവിൻ. തപ്പ് കൊട്ടണം, കിന്നരം മീട്ടണം, എന്നിട്ട് കർത്താവിനെ സ്തുതിക്കണം. അടുത്ത വാക്ക് 5ാമത്തെ വചനത്തിൽ പറയുന്നത്, ഉച്ചത്തിൽ മുഴങ്ങുന്ന കൈത്താളം കൊണ്ട് നിങ്ങൾ കർത്താവിനെ സ്തുതിക്കണം. അപ്പൊ നമ്മുടെ കൈയടി എങ്ങനെയാ ഇഷ്ടം കർത്താവിന്? സിമ്പിളായാ മതിയോ? സിമ്പിളായാ മതിയോ? ബൈബിളിൽ എഴുതിയേക്കാണ് ഉച്ചത്തിൽ മുഴങ്ങണം. അപ്പൊ എന്ത് ചെയ്താലും ഭംഗിയായിട്ട് ചെയ്യണമെന്ന് ആർക്ക് ഇഷ്ടമുണ്ട്? നിങ്ങളൊരു പ്രാർത്ഥന ചൊല്ലുമ്പോഴും നന്നായിട്ട് ചൊല്ലണം അല്ലേ? ഒരു പാട്ട് പാടുമ്പം നന്നായിട്ട് പാടണം, കൈയടിക്കുമ്പം നന്നായിട്ട്, അങ്ങനെ എല്ലാം നന്നായിട്ട് ചെയ്യണം. അടുത്ത ആൾക്ക് ഷേക്കിന്റെ കൊടുത്തിട്ട് പറഞ്ഞേ, എല്ലാം നന്നായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞേ, ഭംഗിയായി ചെയ്യണം എന്ന് പറഞ്ഞേ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. മാലാകക്കൂട്ടം.com ആദ്യത്തെ സെഗ്മെന്റിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഫസ്റ്റ് സെഗ്മെന്റ് ആണ് ഈശോയ്ക്ക് സ്തുതി പാഠം. എന്താണ്? ആർ യു റെഡി? ഇന്ന് ഏത് പാട്ട് വേണം? മലയാളം വേണോ, ഇംഗ്ലീഷ്, ഹിന്ദി, ഏത് വേണം? ഹിന്ദി പാട്ട്, പഞ്ചാബി. അപ്പൊ പഞ്ചാബി. അപ്പൊ ഇന്നൊരു പഞ്ചാബി പാട്ട് പഠിക്കാൻ പോവാണ്. ഡും ഡം ഡം ഡോലാരെ ഡോലാരെ. ആ പാട്ട് അറിയാമോ നിങ്ങൾക്ക്? പഠിപ്പിക്കട്ടെ? പാട്ട് പഠിപ്പിക്കട്ടെ? ഓക്കെ ഓക്കെ ഓക്കെ. ഡും ഡം ഡം, അതിന്റെ വാക്ക് ഇതാണ്, ഡും ഡം ഡം ഡോലാരെ. ഡോലാർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് കണ്ടോ നിങ്ങള്? വലിയൊരു ഇൻസ്ട്രുമെന്റ് ആണ്. ഇങ്ങനെ റൗണ്ടായിട്ട് ആൾക്കാർ നിന്നിട്ട് ഡം 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 ഇങ്ങനെ കൊട്ടുന്നതാണ് പരിപാടി. അപ്പൊ നമുക്ക് അതേപോലെ ഒരു പാട്ട് ചേട്ടായി പഠിപ്പിക്കാം. ഡും ഡം ഡം ഡോലാരെ ഡോലാരെ ഡും ഡം ഡം ഡോലാ, ഡും ഡം ഡം ഡോലാരെ ഡോലാരെ ഡും ഡം ഡം ഡോലാ. പഠിക്കേ. ഡും ഡം ഡം ഡോലാരെ ഡോലാരെ ഡും ഡം ഡം ഡോലാ, ഡും ഡം ഡം ഡോലാരെ ഡോലാരെ ഡും ഡം ഡം ഡോലാ. കേൾക്കും. तू ही मेरा ईश्वर रे, ओ तू ही मेरा जीवन रे. പഠിക്കേ. तू ही मेरा ईश्वर रे, ओ तू ही मेरा जीवन रे. आजा यीशु रे, ओ आजा यीशु रे. പഠിക്കേ. आजा यीशु रे, ओ आजा यीशु रे. അടുത്ത വരി, അടുത്ത വരി, അടുത്ത വരി. खेलो मेरा संग संग तुम, ओ नाच गाए हम साथ साथ रे. പഠിക്കേ. खेलो मेरा संग संग तुम, ओ नाच गाए हम. പഠിക്കേ. आजा यीशु रे. പഠിക്കേ. आजा यीशु रे, ओ आजा यीशु रे. आजा यीशु रे, ओ आजा यीशु रे. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇതിന് ഒരു സ്റ്റെപ്പൊക്കെ വേണം അല്ലേ? തപ്പ് കൊട്ടിയും കിന്നരമീട്ടിയും നൃത്തമാടിയൊക്കെ ദൈവത്തെ സ്തുതിക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ ഒരു സ്റ്റെപ്പ് ചേട്ടൻ പഠിപ്പിക്കാൻ പോവാണ്. ഓക്കെ. ഡും ഡം ഡം. ഓക്കെ. ഡും ഡം ഡം ഡോലാരെ ഡോലാരെ ചെയ്തേ. ഡും ഡം ഡം ഡോലാരെ ഡോലാരെ ഡും ഡം ഡം ഡോലാ, ഡും ഡം ഡം ഡോലാരെ ഡോലാരെ ഡും ഡം ഡം ഡോലാ. तू ही मेरा ईश्वर रे, ओ तू ही मेरा जीवन रे. ഇത്രയും ചെയ്യണം. ഓക്കെ, ചെയ്തു നോക്കിയേ. तू ही मेरा ईश्वर रे, ओ तू ही मेरा ജീവൻ रे. അടുത്ത നോക്കിയേ.
आजा यीशु रे ओ आजा यीशु रे आजा यीशु ഓ ആജാ യേശുവേ. ഇനി അടുത്ത ലൈൻ ഇങ്ങനെയാണ് ഖേലോ മേര. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? കൈ രണ്ട് ഇങ്ങനെ പിടിക്കണം. ലെഫ്റ്റ് റൈറ്റുള്ളവരെ കൈ പിടിച്ച് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ആട്ടിയിട്ട് ഖേലോ മേര സംഗ് സംഗ് തും, അതിന്റെ കൈ വിട്ടിട്ട് നാച്ച് ഗായേഹം സാത്ത് സാത്ത് റേ, അങ്ങനെ ചെയ്യണം കേട്ടോ. റെഡി? വീണ്ടും ആജാ യേശു രേ ഓ ആജാ യേശു രേ. പഠിച്ചോ? ഇത്രയുള്ള സ്റ്റെപ്പ് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്താലോ? റെഡി? എന്നാൽ ചാടി എഴുന്നേറ്റ്. റെഡി? നമ്മൾ ഹൃദയത്തിൽ കയ്യൊക്കെ അടിച്ച് പാട്ടുപാടി മാലാഖയെ പോലെ ഈശോയെ സ്നേഹിക്കാൻ പോവാണ്. ആർ യു റെഡി? അനങ്ങി അനങ്ങി നന്നായിട്ട് എനർജിയിൽ ഡും ഡം ഡം ഡോലാരെ ഡോലാരെ ഡും ഡം ഡം ഡോലാ ഡും ഡം ഡം ഡോലാരെ ഡോലാരെ ഡം ഡം ഡോലാ. तू ही मेरा ईश्वर रे ओ तू ही मेरा जीवन रे. ഒന്നുകൂടെ ചെയ്തേ. तू ही मेरा ईश्वर रे ओ तू ही मेरा जीवन रे. आजा यीशु रे आजा यीशु रे ओ आजा यीशु रे आजा यीशु रे ओ आजा यीशु रे. ഒന്നുകൂടെ आजा यीशु रे ओ आजा यीशु रे आजा यीशु रे ओ आजा यीशु रे. കൈയടിക്കാം. നന്നായിട്ട് ശക്തിയോടെ കൈയടിച്ചേ. ഗേലോ മേര. കൈകളൊക്കെ പിടിച്ച് കളിക്കണം കേട്ടോ. ഗേലോ മേര സംഗ് സംഗ് തും ഓ നാച്ച് ഗായേ ഹം സാത്ത് സാത്ത്. കൈ പിടിച്ചേ. ഗേലോ മേര. ഗേലോ മേര സംഗ് സംഗ് തും ओ नाच गाए हम साथ साथ रे. आजा यीशु रे आजा यीशु रे ओ आजा यीशु रे आजा यीशु रे ओ. ഒന്നുകൂടെ ചെയ്ത് ആജാ യേശു രേ ആജാ യേശു രേ ഓ 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 ആജാ യേശു രേ. ഇരിക്കും. നിങ്ങൾ നല്ല രസമായിട്ട് അക്ഷരമൊക്കെ ചെയ്തു കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. ഇനി നമ്മൾ ഈശോയുടെ വചനം കേൾക്കാൻ പോവുകയാണ്. വചനം കേൾക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. വചനം പഠിക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. വചനം ജീവിക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ചില ആൾക്കാരിരിക്കും വചനമൊക്കെ ഇതിലെ കേൾക്കും, വചനം ഇതിലെ പോവും അല്ലേ. വേറെ കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കും, കുറെ പഠിക്കും, പഠിക്കാനുള്ള സബ്ജക്റ്റ് പഠിക്കും, സിനിമ, സീരിയൽ, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ, കുറേ കാര്യം നമുക്കറിയാം. പക്ഷെ നമ്മൾ വചനം മാത്രം പഠിക്കുന്നത് ഇരിക്കില്ല, വചനം കൂടെ പോകും അല്ലേ. അപ്പം നമുക്ക് വചനം പഠിച്ച് മാലാഖയെ പോലെ നന്നാവണം, വേണ്ടേ? മിടുക്കരാവണം. ഓക്കെ, അപ്പം ഇന്ന് malagakoottam.com രണ്ടാമത്തെ സെഗ്മെന്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് വചനം ഭക്ഷിക്കാം. എന്താണ്? വചനം ഭക്ഷിക്കാം. ഇന്ന് നമുക്ക് വചനം പങ്കുവെക്കാൻ വരുന്ന ടോമി ചേട്ടായിനെ നമ്മൾ ഒരു റെയിൻ ക്ലാപ്പ് കൊടുത്താണ് സ്വാഗതം ചെയ്യാൻ പോകുന്നത്. ഏത് ക്ലാപ്പാണ്? ഓക്കെ, ചേട്ടായി പറഞ്ഞുതരാം. 1 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു വിരലെടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അടിക്കണം. 2 എന്ന് പറയുമ്പോഴോ? നിങ്ങൾ പഠിച്ചല്ലോ. 3 എന്ന് പറയുമ്പോഴോ? 4 എന്ന് പറയുമ്പോഴോ? 5 എന്ന് പറയുമ്പോഴോ? 1 എന്ന് പറയുമ്പോഴോ? അങ്ങനെ മഴ ഇങ്ങനെ കയറി ഇറങ്ങി നിൽക്കണം. ഓക്കെ, റെഡി? അപ്പോൾ ഇനി റെയിൻ ക്ലാപ്പ് ഗോ എന്ന് പറയുമ്പോൾ നല്ല ശക്തിയിൽ വിരൽ നമ്പർ പറയുന്നതനുസരിച്ച് അടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ആർ യു റെഡി? അപ്പോൾ ടോമി ചേട്ടായിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. റെയിൻ ക്ലാപ്പ് ഗോ. 1 2 3 4 5 1 2 3 4 5. ഈശോയുടെ കുഞ്ഞുമക്കളെ, എന്തോ ആർ യു റിയലി ഹാപ്പി? യെസ്. ഞാനൊരു സന്തോഷ വാർത്ത നിങ്ങളോട് പറയാം. നിങ്ങളെല്ലാവരും ഈ ഭൂമിയിൽ കൂടുതൽ കാലം
ജീവിക്കാനുള്ള ഒരു ടെക്നിക്ക് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോവാ. കേൾക്കണോ? ഓക്കെ, എങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഒരു ചോദ്യം. നമുക്ക് ഈ ഭൂമിയിൽ ലോങ് ലൈഫ് 100 വർഷം, എസ്റ്റിമേറ്റഡ് 80 വർഷം ഏറിയാൽ അങ്ങനെയൊക്കെയാണ്, എന്നാലും ഒരു 80 വർഷം തികച്ചും എനിക്ക് ജീവിക്കണം എന്ന് ചെറുപ്പത്തിലെ പ്ലാൻ ചെയ്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ചെറുപ്പം മുതലേ അനുഷ്ഠിക്കേണ്ട ചിട്ടവട്ടങ്ങൾ എന്തൊക്കെയാണ്? ആർക്ക് പറയാം? ഫുഡ് കഴിക്കണം. നന്നായിട്ട് ഫുഡ് കഴിക്കണം. വെരി ഗുഡ്. ഏത്തപ്പഴവും പാലും മുട്ടയൊക്കെ കഴിക്കണം അല്ലേ? ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്, വിറ്റാമിൻ എ ബി സി ഇങ്ങനെയൊക്കെ അടങ്ങിയ നല്ല ഫുഡ് നോക്കിയിട്ട് കാലാവസ്ഥ അനുസരിച്ച് നന്നായിട്ട് നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഫുഡ് കഴിക്കണം. വെരി ഗുഡ് ആൻസർ. എക്സസൈസ് ചെയ്യണം. നല്ല 6 പാക്ക് കിട്ടാൻ വേണ്ടി നല്ല എക്സസൈസ് ചെയ്യണം. ഫാന്റാസ്റ്റിക്. ചെക്കപ്പിന് വേണം. മെഡിക്കൽ ചെക്കപ്പ് നെസസറി ആണ്. ഇനി ആർക്കെങ്കിലും ആൻസർ ഉണ്ടോ? പിന്നെ പ്രാർത്ഥന. വെരി ഗുഡ്. ഇത് നല്ലൊരു ചോദ്യ, നല്ലൊരു ഉത്തരവാണ്. പ്രാർത്ഥിച്ച് ജീവിക്കണം. ബൈബിൾ പറയുന്നു നിനക്ക് ദീർഘായുസ്സും ഐശ്വര്യവും കിട്ടും. എപ്പോൾ കിട്ടും? വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം ഇങ്ങനെ പറയാം. കുഞ്ഞുങ്ങളെ, ഒന്ന് പറഞ്ഞ എൻ്റെ കൂടെ, കുഞ്ഞുങ്ങളെ കർത്താവിൽ നിങ്ങൾ മാതാവിനെയും പിതാവിനെയും അനുസരിക്കുവിൻ. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ. എന്താണ് വാഗ്ദാനം? അടുത്ത സെന്റൻസ് പറയാ. നിങ്ങൾ ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും ഐശ്വര്യവും ക്ഷേമവും ഉണ്ടാകുന്നതിനും ഇതിനൊക്കെ വേണ്ടിയിട്ട് അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. വാഗ്ദാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദീർഘായുസ് കിട്ടുമെന്ന്. അപ്പനെയും അമ്മയെയും ബഹുമാനിച്ച് ജീവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ദീർഘായുസ്സും ഐശ്വര്യവും ഉണ്ടാവും. നിങ്ങൾ ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും നന്മ കൈവരുന്നതിനും മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. നമ്മളൊരു കാര്യം മാത്രം ചെയ്താൽ ഈ 6 കാര്യങ്ങൾ ഒഴിവാക്കാം. മെഡിക്കൽ ചെക്കപ്പ് ചെയ്തില്ലേലും, ഫുഡ് നന്നായിട്ട് കഴിക്കാൻ പറ്റിയില്ലേലും, എക്സസൈസ് ചെയ്തില്ലേലും, അതുപോലെ ന്യൂട്രീഷ്യസ് കഴിച്ചില്ലേലും, ഇതൊന്നും കഴിച്ചില്ലെങ്കിൽ കൂടി അപ്പനെ അമ്മയും ബഹുമാനിച്ചാൽ മതി. നിങ്ങൾ എൻ്റെ കൂടെയാണോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇന്നത്തെ നമ്മുടെ വചനം ഇതാ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ അപ്പനെ അമ്മയും ബഹുമാനിക്കണം. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ ശരിക്കും ബഹുമാനിക്കുന്നുണ്ടോ? ക്ലാസ്സിൽ ടീച്ചർ വരുമ്പോൾ നമ്മൾ ഗുഡ് മോർണിംഗ് ടീച്ചർ എന്നൊക്കെ പറയും, അവരെ ബഹുമാനിക്കും. പക്ഷേ വീട്ടിൽ പപ്പ വരുമ്പോൾ ഗുഡ് മോർണിംഗ് ഫാദർ എന്നാണോ പറയണേ? അല്ല, നമ്മൾ പപ്പ വരുമ്പോൾ പപ്പയുടെ അടുത്ത് ഓടിച്ചെന്ന് പപ്പേനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാം. പപ്പയോട് ചോദിക്കാം എവിടെയായിരുന്നു ജോലി എന്ന് ചോദിക്കാം. പപ്പയ്ക്ക് വേലുവേദന ഉണ്ടോ എന്ന് ചോദിക്കാം. ചൂടുവെള്ളം കൊടുക്കാം, തോർത്തെടുത്ത് കൊടുക്കാം, പപ്പയുടെ ഷർട്ട് മാറി കൊണ്ട് ഹാങ്കറുമിടാം. ഇങ്ങനെ നമ്മുടെ വീട്ടിൽ നമ്മുടെ പപ്പേനെയും മമ്മീനെയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് ഈ ഭൂമിയിൽ സുരക്ഷിതമായിരിക്കും. നമ്മുടെ ജീവിതം ലോങ് ലൈഫ് നമുക്ക് ഈശോ വാഗ്ദാനം ചെയ്യുന്നു. അതാണ് ഇന്ന് ഞാൻ പറയുന്നതിൻ്റെ സാരം. നിങ്ങളിത് ജീവിതത്തിൽ പപ്പേനെ എന്നും പപ്പയ്ക്കും മമ്മിക്കും ഓരോ ഉമ്മ ഇന്നു മുതൽ കൊടുക്കാവോ? ഫാന്റാസ്റ്റിക്, കൊടുക്കണം. കാരണം ഇത് നമുക്ക് അവർ തന്ന ഉമ്മകളുടെ ഒരു ചെറിയ പ്രതിഫലം മാത്രമാണ്. ഒന്ന് കണ്ണടച്ചേ, കൈകൾ കൂപ്പി. എൻ്റെ ഈശോയെ, എൻ്റെ പപ്പയെയും മമ്മിയെയും ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഞാൻ ഇന്ന് കേട്ട വചനം പ്രകാരം ദീർഘായുസ്സോടുകൂടെ എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി ഈശോയുടെ കൽപ്പനയായ പപ്പയെയും മമ്മിയെയും ഞാൻ സ്നേഹിക്കും, ബഹുമാനിക്കും. എന്നെ അതിന് ശക്തിപ്പെടുത്തണമേ. ഇനിയൊന്ന് കണ്ണുകൾ തുറന്നേ. നിങ്ങൾ ഈ പറഞ്ഞ ചെറിയ ഹോംവർക്ക് ഇന്ന് ചെയ്യോ? വീട്ടിൽ പോയി? ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഈശോയുടെ മക്കളെ, എന്തോ ഈശോയുടെ മാലാഖമാരെ, എന്തോ ഉഷാറാണോ? ഉഷാറാണ്. വചനം കേട്ടോ? കേട്ടു. വചനം ഭക്ഷിച്ചോ? ഭക്ഷിച്ചു. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ടോം ചേട്ടായി പറഞ്ഞപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ആരെങ്കിലും ഒരാൾ ശക്തിയിലൊന്ന് പറഞ്ഞേ. അപ്പനെയും അമ്മേനെയും ബഹുമാനിക്കണം. അപ്പേനെ അമ്മേനെയും ബഹുമാനിക്കണം. നല്ലൊരു കൈയ്യടി കൊടുത്തേ.
പിന്നെ എന്താണ് തോന്നിയത് കേട്ടപ്പോ? വചനല്ല വായിക്കണം. വചനങ്ങൾ വായിക്കണം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ അമ്മ നമുക്കൊരു അനുഗ്രഹമാണ്, ആണോ അല്ലയോ? ആണ്. അപ്പൻ നമുക്കൊരു അനുഗ്രഹമാണോ? ആണ്. അപ്പൊ അമ്മയെ കുറിച്ച് അറിയാനായിട്ട് നമ്മൾ പഠിച്ച് വലിയ ആളായിട്ട് ജോലിയൊക്കെ കിട്ടണോ നമുക്ക് അമ്മയെ മനസ്സിലാവാൻ? വേണ്ട. വേണ്ട അല്ലേ? അമ്മയുടെ സ്നേഹം ഓർത്താ പോരെ? അമ്മ നമ്മളെ സ്നേഹിക്കുന്നു, നമുക്ക് വേണ്ടി പ്രയാസപ്പെടുന്നു, നമ്മളെ കാണാതിരിക്കുമ്പോൾ വിഷമിക്കും. നിങ്ങൾ സ്കൂളിൽ നിന്ന് ഒരു ഇത്തിരി നേരം വൈകി കഴിയുമ്പോൾ അമ്മയുടെ മനസ്സ് നോക്കി എന്തൊരു വിഷമായിരിക്കും അല്ലേ? ഭയങ്കര ഡസ്പായിരിക്കും. പിന്നെ കാണുമ്പോഴേക്കും എവിടെയായിരുന്നു എന്നൊക്കെ പോയിട്ട് ചിലപ്പോൾ ഒന്ന് ഒരു ഉമ്മ കെട്ടിപ്പിടുത്തൊക്കെ നടത്തും അല്ലേ? സ്കൂളിൽ പോണ സമയത്ത് മമ്മി ഇങ്ങനെ പറയും, കുഞ്ഞെ പോകുമ്പോൾ സൂക്ഷിച്ചു പോകണം, പറയാറുണ്ടോ? പറയാറുണ്ട്. നിങ്ങൾ വലുതായാലും പറയില്ലേ? പറയാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും, അമ്മ തുടങ്ങി രാവിലെ തന്നെ, എനിക്കറിഞ്ഞൂടെ, ഞാൻ വലിയ കുട്ടിയായി, അങ്ങനെ തോന്നാറുണ്ടോ? തോന്നാറുണ്ട്. ചില സമയത്തൊക്കെ തോന്നും അല്ലേ? അപ്പോ അമ്മ വലുതായാലും വലുതായാലും ഇനി നിങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞ് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായാലും നിങ്ങൾ വീട്ടിൽ നിന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുമ്പോൾ അപ്പം അമ്മ പറയുന്നത്, മക്കളെ പോകുമ്പോൾ സൂക്ഷിച്ചു പോകണം കേട്ടോ. അമ്മയുടെ ഉള്ളിൽ നിറയെ സ്നേഹമുള്ളത് കൊണ്ടാണ് അമ്മമാര് വീണ്ടും വീണ്ടും പല കാര്യം പറയണേ അല്ലേ? നിങ്ങളുടെ ക്യാരക്ടറിനെ കുറിച്ച്, സ്വഭാവശുദ്ധിയെക്കുറിച്ച്, വീട്ടിലെ ബിഹേവിങ്സിനെ കുറിച്ച്, മാനേഴ്സിനെ കുറിച്ച് അല്ലേ? ഇതൊക്കെ അമ്മ വീണ്ടും വീണ്ടും പറയുന്നത് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, നിങ്ങൾ മോശക്കാരായത് കൊണ്ടല്ല, പിന്നെയോ നിങ്ങളോട് സ്നേഹം. അതായത് അമ്മയുടെ മനസ്സിനുള്ളിൽ എന്താണെന്നറിയോ? എൻ്റെ കൊച്ചിനൊരാളും കുറ്റം പറയാൻ പാടില്ല, എൻ്റെ കൊച്ചിനൊരാളും ദോഷം പറയാൻ പാടില്ല. ആ കൊച്ചു റോഡിൽ കൂടെ പോണ കണ്ടോ എന്നങ്ങനെ പറയുമ്പോൾ അമ്മയ്ക്ക് വിഷമം. അതിന്നില്ലാതിരിക്കാൻ അമ്മ വീണ്ടും വീണ്ടും പറയും. സ്നേഹം കൂടുതലുള്ളതുകൊണ്ടാ. നിങ്ങളുടെ ദേഹത്ത് ഒരു പൂഴി മണ്ണ് വീഴുന്നത് അമ്മയ്ക്ക് സഹിക്കോ? ഇല്ല. അപ്പൊ അമ്മ നമുക്കൊരു അനുഗ്രഹമാണ്. പറഞ്ഞേ, അനുഗ്രഹമാണ്. അതേപോലെ തന്നെ പപ്പയും അല്ലേ? പപ്പ നമുക്ക് വേണ്ടി കഷ്ടപ്പെടും. ചിലപ്പോൾ പപ്പയുടെ ഉള്ളിൽ വലിയ വിഷമവും ടെൻഷനൊക്കെ ഉണ്ടാവും. പപ്പ മിണ്ടാതിരിക്കുമ്പോൾ നിങ്ങൾ മാറിപ്പോയിരിക്കരുത്. ടോമി ചേട്ടായി പറഞ്ഞതുപോലെ പപ്പയുടെ അടുത്ത് ഓടി വന്ന് ആ കൈയൊക്കെ എടുത്ത് മടിയിൽ വെച്ച് കൈയൊക്കെ ഒന്ന് ഒഴിഞ്ഞ് തഴമ്പൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ചോദിക്കണം, പപ്പ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടാ അല്ലേ? കയ്യിലൊക്കെ എത്ര കട്ടിത്തഴമ്പ്, ഇതൊക്കെ ചോദിക്കണം. അടുത്തിങ്ങനെ ഇരുന്ന് കെട്ടിപ്പിടിച്ചിരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പായുടെ ഉള്ളിൽ നിറയും. അപ്പം നമുക്ക് വേണ്ടി കഷ്ടപ്പെടല്ലേ? നമ്മുടെ മഴയത്ത് വെയിലത്തൊക്കെ നമ്മൾ വീട്ടിലും വിദ്യാലയങ്ങളിൽ സുരക്ഷിതമായിരിക്കുമ്പോൾ അപ്പന്മാരെന്താ ചെയ്യണേ? മഴയത്തും വെയിലത്തൊക്കെ പോയി നിന്ന് വെയിലും കൊണ്ട് മഴയും കൊണ്ട് മറ്റുള്ളവർ ചീത്തയും കേട്ട് അല്ലേ, ബഹളം വെച്ച് പണിഷ്മെൻറ്റും കിട്ടി പപ്പന്മാരിങ്ങനെ കഷ്ടപ്പെടുക നമുക്ക് വേണ്ടി, കാളയെ പോലെ അല്ലേ? ഉറുമ്പരിമണി ശേഖരിക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഉറുമ്പരിമണി ശേഖരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒരു അരിമണി കിട്ടി കഴിഞ്ഞ് ഉറുമ്പ് എങ്ങനെ കൊണ്ടുപോകും? 3-4 പേര് ഹോയ് 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 കൊണ്ടുപോകണം കണ്ടിട്ടുണ്ടോ? ഇത് കൊണ്ടുപോയിട്ട് അവർ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കും. എന്തിനാ സ്റ്റോർ ചെയ്ത് വെക്കണേ? അതന്നെ, പിന്നീട് തണുപ്പ് കാലം വരണ സമയത്ത് അവർക്ക് ഫുഡ് കഴിക്കുക. ഇതേപോലെയാണ് അപ്പന്മാര് കിട്ടുന്നത്. ഇഷ്ടങ്ങൾ ആഗ്രഹമൊക്കെ ഉണ്ട്, വേണ്ട വേണ്ടാന്ന് വെച്ച് ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. നമുക്ക് വേണ്ടി ജീവിക്കുക. അപ്പനൊരു അനുഗ്രഹം ആണ്. പറഞ്ഞേ, അപ്പനൊരു അനുഗ്രഹമാണ്. നല്ല കാര്യങ്ങൾ പറഞ്ഞ ടോമി ചേട്ടായിക്ക് നല്ലൊരു കൈഡി കൊടുത്തേ. പിന്നെ നമ്മൾ മാലാകക്കൂട്ടൻ.com അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാൻ പോവാണ്. അടുത്ത സെഗ്മെന്റ് ആണ് വിശുദ്ധരെ പരിചയപ്പെടാം. എന്താണ്? വിശുദ്ധരെ പരിചയപ്പെടാം. ഈ എപ്പിസോഡിൽ വിശുദ്ധരെ പരിചയപ്പെടുത്താനായിട്ട് ആരൊക്കെയാണ് ഒരുങ്ങിയിരിക്കുന്നത്? ആരൊക്കെയാണ്? മക്കളാണ്. വാ. ഇവരാണ് വിശുദ്ധരെ പരിചയപ്പെടുത്താൻ പോകുന്നത്. മോളുടെ പേര് നിയ നൈബൻ ആണ് വിശുദ്ധരെ പരിചയപ്പെടുത്താൻ പോകുന്നത് അല്ലേ? എവിടുന്ന വരുന്ന ഇടവക? സേക്രഡ് ഹാർട്ട് ചർച്ച് തിരുഹൃദയക്കുന്ന്. ഓക്കെ, വെരി ഗുഡ്. ഏത് വിശുദ്ധയെ കുറിച്ചാണ് പറയുന്നത്? സിസ്റ്റർ റാണി മരിയ. റെഡി. സിസ്റ്റർ റാണി മരിയെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം കേട്ടോ. റെഡി. ഞാനാണ് സിസ്റ്റർ റാണി മരിയ. പ്രാർത്ഥനയെ കർമ്മമായും കർമ്മത്തെ പ്രാർത്ഥനയുമായി കണ്ട കന്യകാസ്ത്രീ. 1954 ജനുവരി 29 എറണാകുളം ജില്ലയിലെ പുല്ലുവഴിയിൽ പൈലിവട്ടാരിൽ ഏലീശ ദമ്പതികളുടെ 7 മക്കളിൽ 2ാമത്തെ മകളായാണ് ഞാൻ ജനിക്കുന്നത്. ഉത്തമ കത്തോലിക്ക വിശ്വാസത്തിലും ദൈവഭക്തിയിലും വളർന്ന ഞാൻ അനുദിന ദിവ്യബലികളിലും കുടുംബ പ്രാർത്ഥനകളിലും സജീവമായി പങ്കെടുത്തിരുന്നു. 18ാം വയസ്സിൽ ഫ്രാൻസിസ്കൻ ക്ലാരിസ് സഭയിൽ ചേർന്ന ഞാൻ 1974 മെയ് 1 റാണി മരിയ എന്ന നാമത്തിൽ
പ്രഥമ വ്രത വാഗ്ദാനം നടത്തി. ബുദ്ധിമുട്ടുകളെയും എതിർപ്പുകളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഉത്തർപ്രദേശിലെ ബിജ്നോറിൽ തീക്ഷ്ണമായ മിഷൻ പ്രവർത്തനങ്ങളിൽ ഞാൻ മുഴുകിയിരുന്നു. 8 വർഷക്കാലം ഞാൻ എൻ്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും സുവിശേഷ പ്രഘോഷണം നടത്തി. എൻ്റെ പ്രവർത്തനങ്ങളാൽ അനേകം പേർ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു. ദരിദ്രരെ ഭൂവുടമകളുടെ ചൂഷണങ്ങളിൽ നിന്നും രക്ഷിക്കാൻ ധൈര്യസമേതം സ്വരമുയർത്തിയ എൻ്റെ നീക്കങ്ങൾ ഭൂവുടമകളെ ചൊടിപ്പിച്ചു. 1995 ഫെബ്രുവരി 25-ന് സാമന്തർ സിംഗ് എന്ന വാടക കൊലയാളിയാൽ 54 പ്രാവശ്യം കുത്തേച്ച് ഞാൻ മരണം വഹിച്ചു. 2017 നവംബർ 4-ാം തീയതി എന്നെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. അപ്പോൾ നീയക്കുട്ടിയാണ് ഇന്ന് നമുക്ക് റാണിമരിയ, വാഴ്ത്തപ്പെട്ട റാണിമരിയെ കുറിച്ച് പറഞ്ഞു തന്നത്. നന്നായിട്ട് സൂപ്പറായില്ലേ? ഒരു കൈഡി കൊടുത്തേ. ഇന്ന് അതിനോട് ചേർന്ന് ഒരു വചനവിചിന്തനം നമ്മളോട് പങ്കുവയ്ക്കുന്നു. മോൻ്റെ പേരെന്താണ്? എയ്സൻ. തിരുഹൃദയക്കുന്ന് സേക്രഡ് ഹാർട്ട് ചർച്ച് അല്ലേ? ഓക്കെ. അപ്പോൾ എയ്സൻ നമുക്ക് വിചിന്തനത്തിലൊരു വചനം പറയും, ശ്രദ്ധയോടെ കേൾക്കാം. ഹലോ കൂട്ടുകാരെ, നിങ്ങൾ റാണിമരിയനെ കുറിച്ച് കേട്ടുവല്ലോ. ഇനി ഞാൻ ഒരു വചനം പറയാം. മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത്, നിന്റെ കർത്താവായ ദൈവം നിനക്കു വേണ്ടി പൊരുതിക്കൊള്ളും. പ്രഭാഷകൻ 4:28. ഇന്ന് നമുക്ക് വേണ്ടി വചനം പറഞ്ഞത്, അതുപോലെ വിചിന്തനം പറഞ്ഞ കൂട്ടുകാർക്ക് ഒരു സമ്മാനം കൊടുക്കാൻ പോവാണ്. നല്ലൊരു കൈഡി കൊടുക്കണം കേട്ടോ. റെഡി? ഓക്കെ, വരുന്നോ? ഹലോ മാലാകമാരെ. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിലെ അവസാന ഭാഗത്തിലേക്ക് വരികയാണ്. ഇന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടു. വിശുദ്ധയെക്കുറിച്ച്, വാഴ്ത്തപ്പെട്ട റാണിമരിയെക്കുറിച്ച് കേട്ടു. എങ്ങനെ അല്ലേ? ഇന്ന് അതിൻ്റെ വിചിന്തനം കേട്ടു. ഇത് അവസാനം പാട്ടൊക്കെ പാടി കഴിഞ്ഞ് നമ്മൾ ഈ സെക്ഷൻ ബൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒന്നുകൂടെ ഈശോയുടെ ഡാൻസൊക്കെ കളിക്കണ്ടേ? ഒന്നുകൂടെ ഉഷാറാവണ്ടേ? ഓക്കെ, അപ്പോൾ ഈശോടൊത്ത് കളിക്കാലോ. ഈശോയോടൊത്തു കളിക്കാലോ, ഈശോയോടൊത്തു ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെ തുള്ളി ചാടി രസിക്കാലോ, നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി വളരാലോ. അപ്പോ നോക്കിയേ, ഈശോയോടൊത്തു കളിക്കാലോ ചെയ്തേ. ആഹാ, ഈശോയോടൊത്ത് ചിരിക്കാലോ ചെയ്തേ. ഈശോയോടൊത്ത് മാലാഖയെ പോൽ തുള്ളി ചാടി രസിക്കാലോ. ഈശോ നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി വളരാലോ. ആരായിട്ടാ വളരണ്ടേ? ചാടി അങ്ങോട്ട് എഴുന്നേറ്റ് ഡാൻസ് ചെയ്തിട്ട് സൂപ്പറായിട്ട് സേവറായിട്ട് നമുക്ക് പാട്ടൊക്കെ റിതട്ട് വരും. അടിപൊളിയായിട്ട് കൈ അടിച്ചോ കേട്ടോ. റെഡി? അനങ്ങ കൈ അടിച്ചേ, ചിരിച്ച് ചിരിച്ച് പുഞ്ചിരിച്ച്. Come on, action. ഈശോയോടൊത്തു കളിക്കാലോ, ഈശോയോടൊത്തു ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെ തുള്ളി ചാടി രസിക്കാലോ, നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി വളരാലോ. ഈശോയോടൊത്ത് കളിക്കാലോ, ഈശോയോടൊത്ത് ചിരിക്കാലോ, ഈശോയോടൊത്ത് മാലാഖയെ തുള്ളി ചാടി രസിക്കാലോ, നന്മകൾ ചെയ്ത് പ്രാർത്ഥന ചൊല്ലി മാലാഖമാരായി വളരാലോ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ഒന്ന് ഇരുന്നേ. ഒന്ന് നമ്മൾ ഈ ഒരു ദിവസത്തിൽ തന്ന എല്ലാ അനുഗ്രഹത്തിനും ഈശോയ്ക്ക് നന്ദി പറയാൻ പോവാണ് അല്ലേ? നല്ല രസമായിട്ട് പാട്ട് പാടി ഡാൻസ് കളിച്ചു അല്ലേ? വാഴ്ത്തപ്പെട്ട റാണിമരിയെക്കുറിച്ച് മനസ്സിലാക്കി. അങ്ങനെ ഇനി നമ്മൾ ഈശോയ്ക്ക് നന്ദി പറയാൻ പോവാണ്. ഒന്ന് കൈകൂപ്പി പിടിച്ചേ, കണ്ണടച്ചേ. എല്ലാവർക്കും കുറേ കഴിവ് തന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് രസമായിട്ടാണ് പാടുന്നത്, എന്ത് രസമായിട്ടാണ് പ്രസൻറ്റേഷൻ ചെയ്യുന്നത്. ഇതൊക്കെ ഈശോ തന്ന കഴിവാണ്. എല്ലാത്തിനും ഈശോയ്ക്ക് നന്ദി പറയാം. ചേട്ടന്റെ കൂടെ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാമോ? എൻ്റെ ഈശോയെ, എനിക്ക് തന്ന എല്ലാ കഴിവുകളും ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി നൽകുവാൻ
എന്നെ അനുഗ്രഹിക്കണമേ. ഫസ്റ്റ് ആകുമ്പോഴും ബെസ്റ്റ് ആകുവാനുള്ള കൃപ എനിക്ക് തരണമേ. മാതാപിതാക്കന്മാരെ അനുഗ്രഹമായി കണ്ട് ഇന്നു മുതൽ സ്നേഹിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഒന്ന് കണ്ണു തുറന്ന് എല്ലാവരും ഒന്ന് പുഞ്ചിരിച്ചേ, ഒന്ന് പൊട്ടിച്ചിരിച്ചേ. കൊള്ളാം. നമ്മൾ ഈ എപ്പിസോഡ് ബൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ബൈൻഡപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങളോട് പറയാറുള്ള ഒരു കാര്യമുണ്ട്. ആ സസ്പെൻസ് ഇപ്പോൾ പൊളിക്കാൻ പോവാണ്. റെഡി? അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡ് അതാരാണെന്ന് അറിയണ്ടേ? ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യണം. ഞാൻ സേവർ ചേട്ടനോട് ചോദിക്കട്ടെ, ആരാണ് സൂപ്പറായിട്ട് കളിച്ചത്? ആരാണ്? ഓക്കെ, ഒരാളെ സെലക്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ ചേട്ടായി പറയട്ടെ, നിങ്ങൾക്ക് സങ്കടം തോന്നോ? നിങ്ങളൊക്കെ സൂപ്പറായിട്ട് ചെയ്തു കേട്ടോ. എന്നാലും ഒരാളെ സെലക്ട് ചെയ്യാണ് ഇന്നത്തെ ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡ്. മോളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. മോൾ ഇതിലേ വാ, ഒരു കൈയടി കൊടുത്തേ, നല്ല ശക്തിയിൽ കൈയടിച്ചേ. മോളെ പരിചയപ്പെടാം. മോളുടെ പേരെന്താ? സെനറ്റ. സെനറ്റ. ഒരു കൈയടി കൊടുക്കാമോ? ഓക്കെ, അപ്പൊ സെനറ്റയാണ് ഏഞ്ചൽ ഓഫ് ദ എപ്പിസോഡായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഗുഡ് വൺ. അപ്പോൾ നമുക്ക് ഈ സമയം നമ്മുടെ സ്വർഗത്തിലെ കളിക്കാഴ്ചകൾ അല്ലേ, രസക്കാഴ്ചകൾ, ആശയങ്ങൾ, വചനം ഭക്ഷിക്കലൊക്കെ കണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നമുക്ക് നന്ദി പറയണ്ടേ? നന്ദി പറയണോ? ഒരു ബിഗ് ക്ലാപ്പ് കൊടുക്കണോ? പ്രിയ പ്രേക്ഷകരെ, ഞങ്ങൾ മാലാകക്കൂട്ടം.com എന്ന സ്വർഗത്തിലെ രസക്കാഴ്ചകളോടെ കളികളോട് കൂടെ ഞങ്ങളുടെ കൂടെ സഞ്ചരിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഒരു ബിഗ് ക്ലാപ്പ്. ഒരു ടാറ്റ പറഞ്ഞേ. ടാറ്റ, ബൈ, സീ യു.